ോടെ ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. 150 സങ്കീർത്തനങ്ങൾ കഴിഞ്ഞ ആഴ്ച കൊണ്ട് നമ്മൾ വായിച്ച് പ്രബോധിപ്പിച്ച് അതിലൂടെയുള്ള സന്ദേശങ്ങൾ നമ്മൾ കേട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഏതെങ്കിലും സങ്കീർത്തനം വിട്ടുപോയോ? എന്തെങ്കിലും ഒന്ന് പറഞ്ഞാട്ടെ. ഇല്ല. തുടർമാനമായിട്ട് 1 മുതലുള്ള സങ്കീർത്തനം 150 വരെ നമ്മൾ വായിച്ച് ദൈവം എന്നെ ഏൽപ്പിച്ച സന്ദേശങ്ങൾ അതിലൂടെ നിങ്ങളുമായി പങ്കുവെച്ചു. ഇന്ന് നമ്മൾ വീണ്ടും 1-2 സങ്കീർത്തനങ്ങളാണ് വായിക്കുന്നത്. വീണ്ടും ഞാൻ ആഗ്രഹിക്കുന്നത് ക്രമമായിട്ട് വായിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്ന സങ്കീർത്തനത്തിൽ നിന്നല്ല, ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നിന്ന് ഒരു വ്യക്തിയെ പരിചയപ്പെടുത്തി അതിലൂടെയുള്ള ദൈവിക സന്ദേശം നമ്മുടെ ആത്മീക വളർച്ചയ്ക്ക് കാരണമായി തീരട്ടെ എന്നുള്ള ചിന്തയോടുകൂടെ ആ തിരുവചനത്തെ നമുക്ക് സമീപിക്കാം. ന്യായാധിപന്മാരുടെ പുസ്തകം 11-ാം അധ്യായത്തിന്റെ 1-ാമത്തെ തിരുവെഴുത്ത് നമുക്ക് വായിക്കാം. ഗിലെയാദിന്റെ ഭാര്യയും അവന്റെ പുത്രന്മാരെ പ്രസവിച്ചു. അവന്റെ ഭാര്യയുടെ പുത്രന്മാർ വളർന്ന ശേഷം അവർ ഇത്താവിനോട്, നീ ഞങ്ങളുടെ പിതൃഭവനത്തിൽ അവകാശം പ്രാപിക്കുകയില്ല, നീ പരാക്രമശാലിയുടെ മകനല്ലോ എന്ന് പറഞ്ഞ് അവനെ നീക്കിക്കളഞ്ഞു. മതി. ഒരു മനുഷ്യന്റെ ജീവചരിത്രത്തെ തിരുത്തുവാൻ, മാറ്റുവാൻ ദൈവത്തിന് കഴിയുമെന്ന് ഈ തിരുവചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി കഴിയുകയാണ്. വേദപുസ്തകത്തിന്റെ താളുകളിൽ എഴുതി ചേർത്തിരിക്കുന്ന ഓരോ തിരുവെഴുത്തുകളിലും ആഴമേറിയ ആത്മിക സത്യങ്ങൾ മറഞ്ഞിരിക്കുകയാണ്. എന്നാൽ ആ മറഞ്ഞിരിക്കുന്ന ആത്മിക സത്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. അപ്പം മനോരമ പത്രമോ മാതൃഭൂമിയോ ദേശാഭിമാനിയോ നിങ്ങൾ വായിക്കുന്ന ഏതെങ്കിലും ഒരു പത്രത്തെ സമീപിക്കുന്നത് പോലെ വേദപുസ്തകത്തെ സമീപിച്ചാൽ അത് നമുക്ക് മനസ്സിലാകണമെന്നില്ല. എന്നാൽ പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടെ ഈ തിരുവചനത്തെ നാം സമീപിക്കുകയാണെങ്കിൽ ഈ വചനം നമ്മോട് സംസാരിക്കുവാനിടയായിത്തീരും. ഇന്ന് പകലിൽ ഞാൻ വിശ്വസിക്കുന്നു ഈ തിരുവചനം എന്നോടുള്ള ദൈവികാലോചനയാണ്. ഇവിടെ ഇരിക്കുന്ന നമ്മളോട് ഓരോരുത്തരോടുമുള്ള ദൈവത്തിന്റെ ആലോചനയാണ്. നോക്കൂ, ദൈവം ഒരു മനുഷ്യന്റെ ചരിത്രത്തെ തിരുത്തുവാൻ ദൈവത്തിന് കഴിയുമെന്നുള്ള യാഥാർത്ഥ്യം ഇവിടെ വിളിച്ചറിയിക്കുകയാണ്. മനുഷ്യന്റെ ജനനം എന്ന് പറയുന്നത് വിവിധ സാഹചര്യങ്ങളിലാണ്. ജനിച്ച മനുഷ്യന്റെ ജന്മദിവസത്തെ ശപിക്കുന്ന ആളുകളുണ്ട്, ജീവിതത്തെ ഓർത്ത് പരാതിപ്പെടുന്ന ആളുകളുണ്ട്, ഞാൻ എന്തിനു വേണ്ടി ഈ ഭൂമിയിലേക്ക് ജനിച്ചു എന്ന് പറയുന്ന ആളുകളുണ്ട്, ജനിച്ച് ജീവിക്കുന്നതിനേക്കാൾ മരിക്കുന്നതാണ് നല്ലതെന്ന് പറയുന്ന ആളുകളുണ്ട്. ഇങ്ങനെയുള്ള ധാരാളം ആളുകൾ ഈ ഭൂമിയുടെ പരപ്പിലുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവൻ ജനിച്ചു എന്ന് പറയുന്നത് തെറ്റല്ല, നമ്മുടെ ആരുടെയും തെറ്റല്ല. അവൻ ജീവിക്കുക എന്ന് പറയുന്നത്, ജന്മം തന്നിരിക്കുന്നത് സർവശക്തനാകുന്ന ദൈവമാണ്. ഒരുപക്ഷെ നമ്മൾ ജനിച്ച കുടുംബത്തെ നോക്കിക്കൊണ്ട് ഈ കുടുംബത്തിൽ എനിക്ക് ജനിക്കണ്ടായിരുന്നു എന്ന ഏതെങ്കിലുമൊക്കെ സന്ദർഭങ്ങളിൽ നമ്മളിൽ ആരെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാകാം. അവൻ ആ കുടുംബത്തിലായിരുന്നു ഞാൻ ജനിക്കേണ്ടതെന്ന് പറഞ്ഞ് അവൻ ജനിച്ച സാഹചര്യങ്ങളെ ഓർത്തുകൊണ്ട് ദുഃഖിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം നിങ്ങളോടുള്ള ദൈവിക സന്ദേശമാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇവിടെ നോക്കൂ, ആമേൻ. വ്യത്യസ്ത സാഹചര്യങ്ങളിൽ മനുഷ്യൻ ജനിക്കുന്നു. വ്യത്യസ്ത മാതാപിതാക്കളാൽ മനുഷ്യൻ ജനിക്കുന്നു. അവന്റെ ജീവിതചര്യകൾ, അവന്റെ സ്വഭാവങ്ങൾ, അവന്റെ ശീലങ്ങൾ വ്യത്യസ്ത നിലവാരത്തിലാണ്. അതുകൊണ്ടല്ലേ എന്റെ സ്വഭാവമല്ലല്ലോ ഇവിടെ ഇരിക്കുന്ന നമ്മുടെ ആരുടെയും സ്വഭാവം. ഇവിടെ ഇരിക്കുന്ന നമ്മളിൽ പലരുടെയും സ്വഭാവം പോലെയല്ലല്ലോ മറ്റുള്ളവരുടെ സ്വഭാവം. കാരണം എന്താണ്?
ആമേൻ വ്യത്യസ്ത മാതാപിതാക്കളിലൂടെ ജനിച്ച് വളർത്തപ്പെട്ടവരാകുന്നവർ അവരുടെ ജീവിത സാഹചര്യത്തിന്റെ നിലവാരത്തിൽ നിന്നുകൊണ്ട് അവർ പഠിച്ചതും അവർ കേട്ടതും അവർ മനസ്സിലാക്കിയതുമായിരിക്കുന്ന അവസ്ഥകളിൽ ജീവിച്ച് അവർ വലിയതാവുകയാണ്. എന്നാൽ ആമേൻ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, ഒരു മനുഷ്യൻ ആമേൻ പാവപ്പെട്ടവനായിട്ടോ ദരിദ്രനായിട്ടോ മറ്റേതെങ്കിലുമൊക്കെ ആമേൻ മനുഷ്യൻ ഇഷ്ടപ്പെടാത്ത സാഹചര്യത്തിൽ അവൻ ജനിച്ചു എന്നുള്ളത് സത്യമാണെങ്കിലും ആമേൻ അവൻ ജീവിച്ച് മരിക്കുന്ന സമയത്ത് അവൻ ആ ജീവിത കാലം കൊണ്ട് അവൻ ഇഷ്ടപ്പെടാത്ത ജീവിതത്തെ അവന് മാറ്റുവാൻ കഴിയും. നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് എനിക്കറിയയില്ല. നമ്മൾ ജനിച്ച സാഹചര്യം നമുക്ക് ഇഷ്ടമല്ലാത്തതായിരിക്കാം, നമ്മൾ ഇഷ്ടപ്പെടുന്നതല്ലായിരിക്കാം. പക്ഷേ നമ്മൾ മരിക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ ഇഷ്ടപ്പെടാത്ത സാഹചര്യത്തിൽ നമ്മൾ ജനിച്ചു എന്നുള്ളത് ശരിയാണെങ്കിലും ആ സാഹചര്യങ്ങളെ മാറ്റിമറിക്കുവാൻ നമുക്ക് കഴിയും. മനസ്സിലോ? അത് നമ്മുടെ കഴിവ് കൊണ്ടല്ല, നമ്മുടെ സ്വാധീനം കൊണ്ടല്ല. ഒരു കാര്യം ഞാൻ പറയാം, ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് അവരുടെ ജീവിത സാഹചര്യങ്ങളെ മാറ്റി എഴുതുവാൻ കഴിയുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്ന ദൈവമക്കൾ ആ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. നമുക്ക് മടങ്ങി വരാൻ വായിച്ച വേദഭാഗത്തിലേക്ക്. ഇങ്ങനെയാണ് അവിടെ വായിക്കുന്നത്. ഒന്നുകൂടി ആവർത്തിച്ച് വായിക്കാം. ഗിലെയാദ്യനായ ഇത്താഗ് പരാക്രമശാലിയെങ്കിലും, നോക്കിക്കേ, അവനൊരു പോസിറ്റീവുമുണ്ട്, ഒരു നെഗറ്റീവും പരിശുദ്ധാത്മാവ് ചൂണ്ടിക്കാണിക്കും. സ്തോത്രം. അവന്റെ സ്വഭാവ ഗുണങ്ങളിൽ ശ്രേഷ്ഠമായൊരു സ്വഭാവത്തെ പരിശുദ്ധാത്മാവ് ചൂണ്ടിക്കാണിക്കുകയാണ്. എന്താണ് അവന്റെ സ്വഭാവ ഗുണം? അവിടെ പറയുകയാണ്, ഗിലെയാദ്യനാകുന്ന ഒരു മനുഷ്യൻ ഇഫ്താഹ് എന്ന് പറയുന്ന ഒരു മകൻ ജനിച്ചു. അവൻ ആരാണ്? പരാക്രമശാലിയാണ്. ആമേൻ. അവൻ പോരാളിയാണ്, അവൻ ശക്തനാണ്. പക്ഷെ അവനൊരു കുഴപ്പമുണ്ട്. അവൻ ആരുടെ പുത്രനാണ്? വേശ്യാപുത്രനാണ്. ആമൻ. ഞാൻ ആ ഭാഗം വിവരിക്കുന്നില്ല. നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ സമൂഹത്തിൽ അങ്ങനെ പിറന്നു വീണ ഒരു കുഞ്ഞുണ്ടെങ്കിൽ ആ കുഞ്ഞ് ജനിച്ച വീട്ടിൽ മുതൽ അവൻ വളർന്നു വരുന്ന നാട്ടിലും ആ സമൂഹത്തിലും അവൻ നേരിടുന്ന പ്രശ്നം എന്ന് പറയുന്നത് ചെറുതല്ല, വലുതാണ്. സ്തോത്രം. ആമേൻ. സമൂഹം അവനെ കളിയാക്കും, ആമേൻ. മറ്റുള്ളവരവനെ നിന്ദിക്കും. അവൻ ഏകനായി ഒറ്റപ്പെട്ടവനായിട്ട് ആ സൊസൈറ്റിയിൽ ജീവിക്കുന്ന ഒരവസ്ഥ കേവലം നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. എന്തുകൊണ്ടാണ് നമ്മുടെ തലമുറയ്ക്ക് അങ്ങനെയുള്ള ഒരു സാഹചര്യം ഉണ്ടാകാഞ്ഞത്? അവർക്ക് ചൂണ്ടിക്കാണിക്കുവാൻ ഒരു അപ്പനുണ്ട്, അവർക്ക് ചൂണ്ടിക്കാണിക്കുവാൻ ഒരു അമ്മയുണ്ട്, അവർക്ക് ചൂണ്ടിക്കാണിക്കുവാൻ എന്റെ സഹോദരന്മാരെന്ന് പറയുവാൻ മറ്റുള്ളവർ ഉള്ളത് കൊണ്ട് അവർ സമൂഹത്തിൽ തലതാഴ്ത്തേണ്ട ഗതികേട് അവർക്കുണ്ടായിട്ടില്ല. പക്ഷെ ഇഫ്താഹിനെ സംബന്ധിച്ചിടത്തോളം അവൻ ജനിച്ചത് തെറ്റാണോ? ജനിച്ചത് അവന്റെ കുഴപ്പമാണോ? അല്ല. പക്ഷേ അവൻ ജനിക്കാനുണ്ടായ സാഹചര്യം ഇങ്ങനെയുള്ള ഒരു സ്ത്രീയിലൂടെയായിരുന്നു. സ്തോത്രം. ഇനി നോക്കിയ നിങ്ങൾ അതിന്റെ ബാക്കി ഭാഗങ്ങളിലൂടെ ഒന്ന് വായിക്കണം. എങ്കിലും അവൻ ആരായിരുന്നു? വേശ്യാപുത്രനായിരുന്നു. ഇഫ്താഹിന്റെ ജനകനോ ഗിലെയാദായിരുന്നു. അവന്റെ അപ്പന്റെ പേര് പരിശുദ്ധാത്മാവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇഫ്താഹിന്റെ അപ്പന്റെ പേരെന്ന് പറഞ്ഞാട്ടെ ഗിലെയാദ്. ഗിലെയാദ്യനായ ഒരു മനുഷ്യനായിരുന്നു അവന്റെ അപ്പൻ. പക്ഷെ അമ്മയുടെ പേര് അവിടെ എഴുതിയിട്ടുണ്ടോ? അമ്മയുടെ പേര് പരിശുദ്ധാത്മാവ് അവിടെ വിട്ടുകളഞ്ഞിരിക്കുകയാണ്. ഇനിയുമാണ് അതിന്റെ അടുത്ത ഭാഗം വളരെ ചിന്തനീയം. രണ്ടാമത്തെ വാക്യം, ഗിലെയാദിന്റെ ഭാര്യ. അപ്പൊ നോക്കിയേ, അവൻ എത്ര ഭാര്യമാരുണ്ടായിരുന്നു? അല്ലെങ്കിൽ സ്തോത്രം, ഇഫ്താഹിന്റെ അമ്മയാകുന്ന പേര് പറഞ്ഞിട്ടില്ലാത്തതും ഇപ്പോൾ ഇവിടെ എടുത്തു പറയുകയാണ് ഗിലെയാദിന്റെ ഭാര്യ. അടുത്തത് നോക്കി, ഗിലെയാദിന്റെ ഭാര്യ
പുത്രന്മാരെ പ്രസവിച്ചു. അടുത്തത് ഭാര്യയുടെ പുത്രന്മാർ വളർന്ന ശേഷം അവന്റെ ഭാര്യയുടെ പുത്രന്മാർ എന്ന് പറഞ്ഞാൽ നിയമവും അവൻ നിയമം അല്ലാത്തതുമായിരിക്കുന്ന രണ്ടു പേര്. ഒന്ന് നിയമപ്രകാരമുള്ള ഭാര്യയിൽ ഉണ്ടാകുന്ന മക്കളെയാണ് ഇവിടെ പറയുന്നത്. എന്നാൽ നിയമ ലംഘനം മുഖാനമുണ്ടായ മകന്റെ പേരാണ് ആദ്യം നമ്മൾ എന്ത് ചെയ്ത് വായിച്ചത്. ഞാൻ ആ ഭാഗത്ത് നിന്ന് വളരെ ചിന്തിക്കുവാനിടയായി തീർന്നു. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് തന്ന ചിന്തകൾ നിങ്ങളുമായി ഞാൻ പങ്കുവെക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. നോക്കിയേ, ഗിലെയാദിന്റെ ഭാര്യയും അവന് പുത്രന്മാരെ പ്രസവിച്ചു. അവന്റെ ഭാര്യയുടെ പുത്രന്മാർ വളർന്ന ശേഷം അവൻ നോക്കിയേ, രണ്ട് അമ്മയിലൂടെയുള്ള മക്കൾ ഇവിടെ എന്ത് ചെയ്യുകയാണ്? ഒരു കുടുംബത്തിൽ, ഒരു വീട്ടിൽ വളർന്നു വരികയാണ്. നമ്മുടെ ചിന്ത പഴയ നിയമത്തിലേക്ക്. അബ്രഹാമിന്റെ വീട്ടിൽ രണ്ട് പേര് വളർന്നു വന്നു. രണ്ടുപേരുടെ പേരെന്ന് പറഞ്ഞാട്ടെ, ആരൊക്കെയാ? ഇസ്മായേലും ഇസഹാക്കും. എന്നാൽ ഇസ്മായേലിനെയും ഹാഗാറിനെയും അബ്രഹാം എന്ത് ചെയ്തു? പുറത്തു വിട്ടു, ഇറക്കി വിട്ടു. വാഗ്ദത്ത സന്തതിയാകുന്ന ഇസഹാക്കിനെ വീട്ടിൽ വളരുവാൻ അനുവദിച്ചു. നോക്കിയേ, അബ്രഹാം കൊടുത്ത, ഞാൻ ആ ഭാഗം പറയാനല്ല, ഒന്ന് ചൂണ്ടിക്കാണിച്ച് ഇപ്പുറത്തേക്ക് വരാം. അബ്രഹാം എന്ത് ചെയ്തു? ഒരു തുരുത്തി വെള്ളവും അപ്പവും കൊടുത്ത് ഇസ്മായേലിനെയും ഹാഗാറിനെയും എങ്ങോട്ട് പറഞ്ഞയച്ചു? മരുഭൂമിയിലേക്ക് പറഞ്ഞയച്ചു. ആമേൻ. 19-ാം അധ്യായത്തിൽ 18-ാം അധ്യായത്തിൽ നാം കാണുന്നത് അബ്രഹാം കൊടുത്ത അപ്പം തീർന്നുപോയി. അബ്രഹാം കൊടുത്ത ഒരു തുരുത്തി വെള്ളം തീർന്നുപോയി. ആ മരുഭൂമിയിൽ ജീവന് വേണ്ടി പിടയുന്ന, അപ്പത്തിന് വേണ്ടി കരയുന്ന, വെള്ളത്തിന് വേണ്ടി കരയുന്ന ഒരു ബാലകനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട ഒരു അമ്മയുടെയും ഒരു മകന്റെയും അവസ്ഥയാണ് കാണുവാൻ കഴിയുന്നത്. ഇങ്ങനെയാണ് ബേർശേബ മരുഭൂമിയിൽ അവർ എന്ത് ചെയ്തു? അലഞ്ഞു നടന്നു. കുഞ്ഞിന്റെ മരണം എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞ് അബ്രഹാം കുറുങ്കാട്ടിലേക്ക് ആരെ വലിച്ചെറിഞ്ഞു? ഇസ്മായേലിനെ വലിച്ചെറിഞ്ഞ് മരണം കാണണ്ട എന്ന് പറഞ്ഞ് മുഖം തിരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ആ വിജനമാകുന്ന മരുഭൂമിയിൽ, ആ അന്തരീക്ഷത്തിൽ ബാലന്റെ നിലവിളി ഉയരത്തിലേക്ക് ഉയർന്നു പൊങ്ങി. ഇങ്ങനെയാണ് തിരുവചനം പറയുന്നത്. ആരും അവിടെ സഹായത്തിനില്ലാത്ത ഇടത്ത് സർവശക്തനാകുന്ന ദൈവത്തിന്റെ ഇടപെടലുണ്ടായി. ഇന്ന് പകലിൽ ഞാൻ വിളിച്ചു പറയാ, അവൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. അവൻ ആരെല്ലാം നിനക്ക് വേണ്ടി വഴികളടച്ചാലും, ആരിറങ്ങി വന്നില്ലെങ്കിലും ഇറങ്ങി വരുന്നൊരു ദൈവമുണ്ടെന്ന് ഇന്ന് പകലിൽ വിശ്വസിക്കുന്ന ദൈവമക്കൾ ആ കരങ്ങളിൽ എന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ആമൻ. അമ്മയും കരയുന്നുണ്ട്, ബാലകനും കരയുന്നുണ്ട്. ആമൻ നിലവിളിക്കുന്നുണ്ട്. പക്ഷെ ഇങ്ങനെയാണ് പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുന്നത്. ബാലന്റെ നിലവിളി ആര് കേട്ടു? യഹോവ കേട്ടു. ആമൻ. അമ്മയുടെ കണ്ണ് ദൈവം തുറന്നു. ഹാഗാറിന്റെ കണ്ണ് ദൈവം തുറന്നു. അതുവരെ കാണാത്ത ഒരു നീരുറവ് കണ്ടു. അതുവരെ കാണാത്ത ഒരു നീരുറവ് ബേർശേബ മരുഭൂമിയിൽ ആര് കണ്ടു? സ്തോത്രം. അതിന്റെ പേരെന്ന് സംസം കിണറെന്ന. ഞാൻ അതിന്റെ ഒരു ചെറിയ വീഡിയോ ക്ലിപ്പ് കഴിഞ്ഞ ദിവസം കണ്ടു. ഒരിക്കലും വറ്റാതെ എത്ര കോരിയാലും, എത്ര കോരിയെടുത്താലും ആ കിണറ്റിലെ വെള്ളം ഇന്ന് വരെ പറ്റിയിട്ടില്ല. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ദൈവം തുറന്ന ആ മരുഭൂമിയിലെ ഉറവ ഇന്നും വറ്റിയിട്ടില്ല. എന്താ കാരണം എന്നറിയാമോ? സർവശക്തനാകുന്ന ദൈവം നിനക്ക് വേണ്ടി ഒരു വഴി തുറന്നു കഴിഞ്ഞാൽ, നിനക്ക് വേണ്ടി ഒരു ഉറവ തുറന്നു കഴിഞ്ഞാൽ, അതിനെ അടയ്ക്കുവാൻ ലോകത്തിലുള്ള ആർക്കും കഴിയത്തില്ല. കാരണം അതിന്റെ ഉടമസ്ഥൻ സർവശക്തനാകുന്ന ദൈവമാണ്. ശക്തിയോടെ സ്തോത്രം പറഞ്ഞാട്ടെ. ചില കുടുംബങ്ങൾക്ക് വേണ്ടി, ചില വ്യക്തികൾക്ക് വേണ്ടി ദൈവം ചില നീരുറവകൾ തുറക്കുവാൻ ദൈവശക്തനാണ്. ഹല്ലേലൂയ. കെരീത്ത് തോട്ടിലെ ഉറവെന്ത് ചെയ്തു? പറ്റിപ്പോയി. സ്തോത്രം.
ആമേൻ, എന്ന സ്വർഗത്തിലെ ദൈവം തുറന്ന ആ നീരുറവയിൽ നിന്ന് ഹാഗാറാകുന്ന അമ്മ ഇസ്മായേലിനെ കുടിപ്പിച്ചു. ആമൻ അവന്റെ ദാഹം തീർത്തു, അവന്റെ ജീവനെ നിലനിർത്തുവാനിടയായി തീർന്നു. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ കാരണം ആമൻ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട ഒരു അമ്മയുടെയും മകന്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ. ആമൻ ആ മരുഭൂമിയിൽ പക്ഷെ ദൈവം കൈവിട്ടില്ല. നോക്കൂ, ഈ ഇബ്താഹിന്റെ അവസ്ഥ എന്താണ്? ആമൻ രണ്ട് അമ്മമാരിൽ കൂടെ വളർന്നു വരുന്ന തലമുറ. ആമൻ നോക്കിക്കേ, ഇവിടെ അടുത്ത വാക്യമാണ് വളരെ ചിന്തനീയം. വായിച്ചാട്ടെ. അവന്റെ ഭാര്യയുടെ പുത്രന്മാർ വളർന്ന ശേഷം അവർ ഇബ്താഹിനോട്, നോക്കിക്കേ, ഭാര്യയുടെ യഥാർത്ഥമാകുന്ന ഭാര്യയുടെ മക്കൾ വളർന്നു. അവൾ വളർന്ന ശേഷം അവരാരോട് വന്ന് പറയുകയാണ്? അടുത്ത വാക്യം. അവർ ഇബ്താഹിന്റെ അടുക്കൽ വന്നു. വന്നിട്ട് പറയുന്നു, എന്താ പറയുന്നത്? ഒന്ന്, നീ ഞങ്ങളുടെ പിതൃഭവനത്തിൽ അവകാശിയല്ല, അവകാശം പ്രാപിക്കാൻ പാടില്ല. സ്തോത്രം. നോക്കിയേ, വളർന്നു വരുന്ന ഒരു മകന്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പനില്ലാതെ അമ്മയില്ലാത്ത ഒത്തിരി കുഞ്ഞുങ്ങളെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ആമേൻ, സ്തോത്രം. അനാഥത്വം പേറിക്കൊണ്ട് ജീവിക്കുന്ന ധാരാളം ആളുകളെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ജനിച്ചത് ആമൻ അമ്മയാരെന്നറിയില്ല, അപ്പനാരെന്നറിയില്ല. ആമൻ ധാരാളം അനാഥ മന്ദിരങ്ങൾ ആമൻ നമ്മുടെ സമൂഹത്തിലുണ്ട്. അതുകൊണ്ട് കുഞ്ഞുങ്ങളാകുന്ന ആമൻ നിങ്ങൾ ആലോചിക്കണം, ദൈവത്തിന് നന്ദി പറയണം. ആമൻ നമ്മുടെ ആവശ്യങ്ങളെല്ലാം നിവർത്തിച്ചു തരുന്ന ഒരു പപ്പായി എനിക്ക് തന്നതിനായി സ്തോത്രം പറഞ്ഞാട്ടെ. പിള്ളേരെന്ന് സ്തോത്രം പറഞ്ഞ് ആമൻ മുട്ടായി വേണമെന്ന് പറയുമ്പോ മുട്ടായി കൊണ്ടുതരുന്ന, ലേസ് വേണമെന്ന് പറയുമ്പോ ലേസ് കൊണ്ടുതരുന്ന, ഐസ്ക്രീം വേണമെന്ന് പറയുമ്പോ ഐസ്ക്രീം കൊണ്ടുതരുന്ന ഒരു നല്ല പപ്പായ നിങ്ങൾക്ക് തന്നതിനൊന്ന് സ്തോത്രം പറഞ്ഞു. ഈ സ്തോത്രം പോരാ, ശരിക്കും കൈ ഉയർത്തിക്ക്. പിള്ളേരൊന്ന് കൈ ഉയർത്തിക്ക്. കൈ ഉയർത്താൻ ശരിക്കും ഉയർത്ത്, പൊങ്ങട്ടെ. തലയ്ക്ക് മേലെ കൈവക്ക്. ആ പോരാ, കൈ ഉയർത്താൻ. നിങ്ങൾ ഇനി ഞാൻ അടിക്കാം. അടിച്ചോട്ടെ. ആ അടിച്ചോളെ. അടിക്കുന്ന കൈവക്ക്. ശരിക്കും പോക്ക്. അല്ലേ പറഞ്ഞ ഉറക്കെ പറയടാ. ഉറക്കെ പറയാൻ. നിങ്ങൾക്ക് വീട്ടിലിരുന്നു അങ്ങനെ സൗണ്ട്. ആമൻ, നല്ലൊരു അമ്മയെ നിങ്ങൾക്ക് തന്നിട്ടില്ലേ? പായസം വേണമെന്ന് പറയുമ്പോ നിങ്ങൾക്ക് പായസം ഉണ്ടാക്കി തരുന്ന, കപ്പ വേണമെന്ന് പറയുമ്പോ കപ്പ ഉണ്ടാക്കി തരുന്ന, സ്തോത്രം, നിങ്ങളുടെ ഇഷ്ടാനുങ്ങൾക്ക് നിന്നു തരുന്ന ഒരു പപ്പായും മമ്മിയും നിങ്ങൾക്ക് ദൈവം തന്നതിനായിട്ട് സ്തോത്രം പറയാം. പപ്പയെ കുറിച്ചും മമ്മിയെ കുറിച്ചും ആരോടും കുറ്റം പറയരുത്. സ്തോത്രം. നിങ്ങളുടെ പപ്പായെ കുറിച്ചും മമ്മിയെ കുറിച്ചും നിങ്ങൾ ആരോടും എന്ത് ചെയ്യരുത്? കുറ്റം പറഞ്ഞേക്കരുത്. സ്തോത്രം. അത് നോക്കി ഞാനിവിടെ പറഞ്ഞു വരുന്നത്, അവന്റെ ഭാര്യയുടെ പുത്രന്മാർ വളർന്ന ശേഷം അവർ ഇബ്താഹിനോട്, നീ ഞങ്ങളുടെ ഭവനത്തിൽ അവകാശം പ്രാപിക്കുകയില്ല. ഒന്ന്. ആമേൻ. രണ്ടാമത്തെ കാര്യം എന്താ? രണ്ടാമത്തെ കാര്യം, നീ പരസ്ത്രീയുടെ മകനല്ലോ എന്ന് പറഞ്ഞ് അവനെ നീക്കിക്കളഞ്ഞു. രണ്ട് കാര്യങ്ങളാ ദൈവമക്കളെ. ഒന്ന്, പിതൃഭവനത്തിൽ അവന്റെ അവകാശം നിഷേധിക്കപ്പെട്ടു. രണ്ട്, അവരുടെ ഭവനത്തിൽ നിന്ന് യാതൊരു ദാക്ഷിണ്യം കൂടാതെ അവനെ നീക്കിക്കളയുവാനിടയായി തീർന്നു. നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടോ? യോസേപ്പിനെ, 17 വയസ്സുള്ള യോസേപ്പിനെ തന്റെ സഹോദരന്മാർ ആർക്ക് വിറ്റു? ആമൻ, മിദ്യാനെ കച്ചവടക്കാർക്ക് വിൽക്കുവാനിടയായി തീർന്നു. അതിനു മുൻപ് പൊട്ടക്കിണറ്റിൽ അവനെ വലിച്ചെറിയപ്പെട്ടു. ആ പൊട്ടക്കിണറ്റിൽ കിടക്കട്ടെ എന്നല്ല അവർ ചിന്തിച്ച്, അവിടെ ഇട്ട് കൊല്ലാമെന്ന് ചിന്തിച്ചു. പക്ഷേ ഒരു സഹോദരനെ ദൈവം എഴുന്നേൽപ്പിച്ചു.
അവനെ കൊന്ന് രക്തം ചൊരിഞ്ഞിട്ട് എന്താ കാര്യം? അതുകൊണ്ട് അവന്റെ ജീവനെങ്കിലും നിലനിൽക്കട്ടെ എന്ന് കരുതി എത്ര വെള്ളിക്കാശിന മിദ്യാന് കച്ചവടക്കാർ സുഗന്ധദ്രവ്യങ്ങളുമായിട്ട് വരുന്ന ആ കച്ചവടക്കാർക്ക് ആരെ വിറ്റു? യോസഫിനെ വിറ്റു. 17 വയസ്സുള്ള ആളൊന്ന് കൈവക്കുക. 17 വയസ്സുള്ള ആരുമില്ല ഇവിടെ? 18 വയസ്സുള്ള ആളൊന്ന് കൈവക്കുക. ഇല്ല. ഓക്കെ, ഷോണ്. അപ്പൊ ഷോണിന്റെ അത്രയും നിങ്ങളൊന്ന് ഭാവിച്ചു. അത്രയും വലിപ്പമുള്ള ഒരു ചെറിയ സഹോദരനെ ഒരു മനസ്സിലും കൂടാതെ അവർ ആ പൊട്ടക്കിണറ്റിൽ നിന്ന് വലിച്ചു കയറ്റി, എടുത്തു കയറ്റി എന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത്. അവൻ എന്ത് ചെയ്തു? വലിക്കുന്നതും എടുക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്, ഇല്ലേ? എടുത്ത് നമ്മൾ തോളെ വെക്കും, ഇല്ലേ? അവൻ എടുക്കുന്നതിന് വ്യത്യാസമുണ്ട്, വലിക്കുന്നതിനും വ്യത്യാസമുണ്ട്. വലിച്ചു കഴിഞ്ഞാൽ അവന്റെ ശരീരത്തെ തോലെല്ലാം എന്ത് ചെയ്യും? അവന്റെ ശരീരത്തെ മുറിവുണ്ടാകും. നോക്കൂ, ഈ പൊട്ടക്കിണറ്റിൽ നിന്ന് അവനെ വലിച്ചെടുത്ത് 20 വെള്ളിക്കാശിന് ആ മിദ്യാനിയുടെ കയ്യിൽ അവനെ വിറ്റു. ആ വിറ്റ് കച്ചവടക്കാരുടെ കയ്യിലിരിക്കുന്ന ആ 17 വയസ്സുള്ള ചെറുപ്പക്കാരൻ ഇവരെ നോക്കി കരയുകയാണ്. പക്ഷേ ഈ സഹോദരന്മാർക്ക് അവനൊരു ദാക്ഷിണ്യം ഉണ്ടായില്ല, അവർക്കൊരു മനസ്സലിവും ഉണ്ടായില്ല. അവനെ വിറ്റുകളഞ്ഞു. നോക്കി, മരുഭൂമിയിൽ കൂടി ഒട്ടകപ്പുറത്ത് അവൻ യാത്ര ചെയ്തു പോകുമ്പോൾ ആ അന്തരീക്ഷത്തിൽ അവന്റെ കരച്ചിൽ ഇങ്ങനെ അലയടിക്കുകയാണ്. ആരും കേൾക്കാനില്ല, ആരും കാണാനില്ല. എവിടെ ചെല്ലുമെന്നറിയത്തില്ല, എന്താ സംഭവിക്കാൻ പോകുന്നെന്ന് അറിയത്തില്ല. പക്ഷെ ഒരു കാര്യം പറയാ, യോസഫ് നിന്നെ സ്വപ്നം കാണിച്ച ഒരു ദൈവം നിന്നോട് കൂടുണ്ട്. നീ ഏത് പൊട്ടക്കിണറ്റിൽ പോയാലും, ഏത് പൊത്തിപ്പേറിന്റെ വീട്ടിൽ പോയാലും, ഏത് കാരാഗ്രഹത്തിൽ നീ പോകേണ്ടി വന്നാലും അവിടെ നിന്നെ പൊക്കിയെടുത്തു കൊണ്ടുവരുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പ്രിയമുള്ള ദൈവമക്കളെ, നമ്മുടെ ധൈര്യം വർദ്ധിക്കട്ടെ, നമ്മുടെ പ്രത്യാശ വർദ്ധിക്കട്ടെ. ഏതെല്ലാം കഷ്ടങ്ങളിലൂടെ ഞാൻ കടന്നു പോകേണ്ടി വന്നാലും, ഏതെല്ലാം ഞെരുക്കത്തിലൂടെ ഞാൻ കടന്നു പോകേണ്ടി വന്നാലും, ഏതെല്ലാം തകർച്ചയുടെ നടുവിൽ കൂടെ ഞാൻ കടന്നു പോകേണ്ടി വന്നാലും, സാമ്പത്തിക തകർച്ചയുടെ നടുവിൽ കൂടെ, രോഗത്തിന്റെ നടുവിൽ കൂടെ ഞാൻ കടന്നു പോകേണ്ടി വന്നാലും എനിക്കൊരു വാഗ്ദത്തമുണ്ട്. എന്നോട് വാഗ്ദത്തം ചെയ്ത ദൈവം എന്നെ ജീവിപ്പിക്കുന്ന ദൈവമാണ്. വിശ്വസിക്കുന്നവർ ആ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത്. ഇന്നത്തെ അവസ്ഥ കഴിഞ്ഞ 30 വർഷത്തിന് മുൻപോ 50 വർഷത്തിന് മുൻപോ ഇന്നത്തെ സാഹചര്യത്തിൽ എത്തിച്ചേരുമെന്ന് ആരെങ്കിലും ചിന്തിച്ചതാണോ? പക്ഷെ നമ്മുടെ പോക്കറ്റിലോ നമ്മുടെ കയ്യിലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് അവകാശപ്പെടാനുണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു അത് ദൈവത്തിന്റെ അനുഗ്രഹം മാത്രമാണ്. ദൈവം തന്ന തലമുറ, ദൈവം നമുക്ക് തന്ന ആരോഗ്യം, ദൈവം നമുക്ക് പാർക്കാൻ തന്ന ഭവനോ, ദൈവം നമുക്ക് യാത്ര ചെയ്യാൻ തന്ന വാഹനോ, ദൈവം നമുക്ക് തന്നതിനെല്ലാം കരങ്ങളുയർത്തി സ്തോത്രം പറഞ്ഞാട്ട് ഇത് ദൈവത്തിന്റെ അനുഗ്രഹമാണ്. പ്രിയമുള്ളവരെ, കഴിഞ്ഞ വെള്ളിയാഴ്ച 43 വയസ്സുള്ള വിവാഹം കഴിക്കാത്ത ഒരു ചെറുപ്പക്കാരന്റെ മരണ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാനിടയായി തീർന്നു. ആൾ ഓസ്ട്രേലിയയിലാണ്. 3 മാസം കൂടുമ്പോൾ 4 മാസം കൂടുമ്പോൾ തൃശ്ശൂരുകാരനാണ്. നമ്മുടെ ഒരു പാസ്റ്റർ അളിയനാണ്. സ്തോത്രം. പെട്ടെന്നുണ്ടായ ഇലക്ഷന് പോയി വോട്ട് ചെയ്ത് തിരിച്ചു വന്ന് ബാർബർ ഷോപ്പിൽ കയറി സ്തോത്രം ഷേവ് ചെയ്യാനിരിക്കുന്ന സമയത്ത് ആ ചെറുപ്പക്കാരൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുവാനിടയായി തീർന്നു. ഞാൻ പറഞ്ഞതിന്റെ കാരണം എന്തെന്നറിയാമോ? ആരോഗ്യമില്ലാഞ്ഞിട്ടല്ല, സൗന്ദര്യമില്ലാഞ്ഞിട്ടല്ല, കുടുംബമഹിമയില്ലാഞ്ഞിട്ടല്ല, പണമില്ലാഞ്ഞിട്ടല്ല. ഇതെല്ലാം ഉണ്ടെങ്കിലും ദൈവം വിളിക്കുമ്പോൾ അവൻ ചെന്നേ മതിയാകുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ദൈവം തരുന്ന എല്ലാറ്റിനും ദൈവത്തിന് നന്ദി പറയുവാനിടയായി തീരട്ടെ. സ്തോത്രം. മടങ്ങി വരാൻ നോക്കിക്കേ, പിതൃഭവനത്തിൽ നിന്ന് അവന്റെ അവകാശം എന്ത് ചെയ്തു? നിക്ഷേപിക്കപ്പെട്ടു. അവനെ വീട്ടിൽ നിന്നും എന്ത് ചെയ്തു? നീക്കിക്കളഞ്ഞു. സ്തോത്രം. എന്ത് പറഞ്ഞ സ്വന്തം വീട്ടിൽ നിന്ന് അവനെ പുറത്താക്കി കളഞ്ഞു.
ഞാൻ ചോദിക്കട്ടെ, ആമേൻ, അങ്ങനെ ആരെങ്കിലും പുറത്താക്കപ്പെട്ടവർ ഇവിടെ ഉണ്ടോ? ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വീട്ടിൽ നിന്ന് നീ ഇനി ഈ വീട്ടിൽ വേണ്ട, ഈ വീട്ടിലെ എന്റെ അവകാശം നിനക്കുള്ളതല്ല എന്ന് പറഞ്ഞ് ആമേൻ അങ്ങനെ ഇറക്കി വിട്ടവരാരും ഈ ഹോളിന്റെ അകത്തില്ല. സ്തോത്രം. പക്ഷേ ഈ ഇബ്താഹിനെ ആമേൻ സ്വന്തം സഹോദരന്മാർ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. 3-ാമത്തെ വാക്യം വായിച്ചു. 3-ാമത്തെ വാക്യം നോക്കി. അങ്ങനെ ഇബ്താഹ് അവിടെ മസിൽ പിടിക്കാൻ നിന്നില്ല, അവൻ തെളിയിക്കാൻ പോയില്ല, അവൻ മറ്റൊന്നിനും പോയില്ല. അവൻ എന്താ എന്നറിയാമോ? അങ്ങനെ അവൻ അവന്റെ സഹോദരന്മാരെ വിട്ട്, ഞാനൊന്ന് കൂട്ടിച്ചേർക്കുക, അവന്റെ സ്വന്തം വീട് വിട്ട്, അവന്റെ സ്വന്തം നാട് വിട്ട്, അവന്റെ സ്നേഹിതന്മാരെ വിട്ട്, അവന്റെ അപ്പനെ വിട്ട്. അവൻ ഇപ്പൊ വീട്ടിലുള്ളത് അവന്റെ അമ്മയല്ലല്ലോ. നോക്കിയേ, ആമൻ സ്തോത്രം, അവന്റെ അപ്പന്റെ രക്തത്തിൽ പിറന്നു വീണ ആ സഹോദരന്മാരെ വിട്ട് അവൻ ദൂരദേശത്തേക്ക് പോകുകയാണ്. ആ ദേശത്തിന്റെ പേരെന്തെന്നറിയാമോ? തോബ് ദേശം. നോക്കിക്കേ, തോബ് ദേശം. തോബ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നല്ലത് എന്നാണ്. ആമൻ ഇവൻ എങ്ങോട്ട് പോയി? തോബ് ദേശത്ത് എന്ന് അവിടെ പാർത്തു. അടുത്ത വാക്യം വായിച്ചു. ഇവൻ തോബ് ദേശത്ത് എന്നു അവിടെ പറയത്തക്കതായ കൂട്ടുകാരൊന്നും അവനില്ല. നിസ്സാരന്മാരായ ചില കേവലം കൂട്ടുകാരുമായിട്ട് അവൻ അവിടെ എന്ത് ചെയ്തു? ജീവിച്ചു. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം, സ്വന്തം ഭവനം, സ്വന്തം നാട്, കുടുംബം, മാതാപിതാക്കൾ എന്നിവരെയെല്ലാം വിട്ട് ജീവിക്കേണ്ട, ആരുമില്ലാത്ത രക്തബന്ധമുള്ള, ആരുമില്ലാത്ത ഒരു ജീവിതം അവന് ചെറുപ്പത്തിലെ ലോകം സമ്മാനിച്ചു കൊടുത്തു. ആമേൻ. ഒന്നുകൂടി പറഞ്ഞാൽ ഒരു ഏകാന്തത. അവൻ ചെന്നിടത്ത് ചില കൂട്ടുകാരെയൊക്കെ അവൻ എന്ത് ചെയ്തു? കിട്ടി. ഇനിയും നോക്കി, അതിന്റെ 2-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, അവനെ നീക്കിക്കളഞ്ഞ കാലം എന്ന് പറഞ്ഞാൽ ഇബ്താഹിന്റെ 1-ാമത്തെ കാലം അവന്റെ വീട്ടിൽ നിന്ന് അവനെ ഇറക്കി വിട്ട കാലം, അവന്റെ അവകാശം നിഷേധിക്കപ്പെട്ട കാലം. ഒന്നുമില്ലാത്തവനായി അവൻ തോബ് ദേശത്ത് ചില കൂട്ടുകാരുമായിട്ട് അവനിങ്ങനെ സഞ്ചരിച്ച് യാത്ര ചെയ്ത് ജീവിക്കുകയാണ്. പക്ഷെ അവൻ ശക്തനായ ഒരു പോരാളിയായി മാറി. അവന്റെ ജീവിത സാഹചര്യത്തെ, അവൻ ഏത് വിഷയത്തെയും നേരിടുവാനുള്ള ഒരു കരുത്തനാക്കി അവനെ മാറ്റാനിടയായി തീർന്നു. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ജീവിത സാഹചര്യങ്ങൾ മനുഷ്യനെ മാറ്റിമറിക്കുവാനിടയായി തീരും. ഇവൻ എന്ത് ചെയ്തു? ഒരു കടുത്ത കരുത്തുറ്റ പോരാളിയായിട്ട് മാറുവാൻ ഇടയായി തീർന്നു. ആമേൻ സ്തോത്രം. ഇനി നോക്കിയേ, ആമേൻ, അതിന്റെ 4-ാമത്തെ വാക്യം. കുറെ കാലം കഴിഞ്ഞിട്ട് അമോന്യർ ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു. അമോന്യർ ഇസ്രായേലിനോട് യുദ്ധം തുടങ്ങിയപ്പോൾ ഗിലെയാദിലെ മൂപ്പന്മാർ ഇബ്താഹിനെ തോബ് ദേശത്ത് നിന്നും കൊണ്ടുവരുവാൻ ചെന്നു. സ്തോത്രം പറഞ്ഞാണ് ദൈവമക്കളെ. ആമേൻ. ഇസ്രായേലിയരുമായിട്ട് അമോന്യർക്കൊരു യുദ്ധമുണ്ടാകുകയാണ്. ഈ അമോന്യർ ആരാന്നറിയാമോ? അബ്രഹാമിന്റെ സഹോദരപുത്രനാകുന്ന ലോത്തിന്റെ മകളിലൂടെ ജനിച്ച ബെന്യമീൻ എന്ന് പറയുന്ന ആ വംശാകുലത്തിൽപ്പെട്ടതാണ് ആര്? അമോന്യർ. ദൈവത്തിന്റെ സന്നിധിയിൽ ചെല്ലാനുള്ള അനുവാദം നിഷേധിക്കപ്പെട്ട ഒരു അധപ്പതിച്ച തലമുറയാണ് ആര്? അമോന്യർ. ആ അമോന്യരുമായിട്ട് ആർക്ക് യുദ്ധമുണ്ടാകുകയാണ്? ഇസ്രായേൽ മക്കൾക്ക് യുദ്ധമുണ്ടാകുകയാണ്. ഈ സമയത്ത് ആര് പേടിച്ചു? ഇസ്രായേലിൽ പേടിച്ചിട്ടല്ലേ വീട് വിട്ട് നാട് വിട്ടു പോയ ഇബ്താഹിനെ അന്വേഷിച്ച് ആര് പോയി? ഇസ്രായേലിലെ പ്രഭുക്കന്മാർ പോയി. സ്വതന്ത്രം. ഇനി ചെന്ന് കഴിഞ്ഞപ്പോൾ ഉണ്ടായൊരു വസ്തുത ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതിന്റെ അങ്ങനെ അവർ ഇബ്താഹിനെ തോബ് ദേശത്ത് നിന്ന് കൊണ്ടുവരുവാൻ എന്ത് ചെയ്തു? ചെന്നു. അടുത്ത വാക്യം. അവർ ഇബ്താഹിനോട്
അമോന്യരോട് അന്ന് വരെ ഇഫ്താഹിന് എന്തു പറ്റിയെന്നോ അവന്റെ അവസ്ഥ എന്തായി തീർന്നെന്നോ ഒന്നും അന്വേഷിക്കുവാൻ ഇവിടുത്തെ പ്രഭുക്കന്മാരോ അവന്റെ അപ്പന്റെ മക്കളോ നാട്ടുകാരോ തയ്യാറായില്ല. നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരുപക്ഷെ നമ്മുടെ വീട് വിട്ടോ നാട് വിട്ടോ എവിടോട്ടേക്കിലുമൊക്കെ ജോലി സംബന്ധിച്ചോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ നിമിത്തോ മാറി താമസിക്കേണ്ടി വന്നാൽ സ്വന്തം നാട്ടുകാരും സ്വന്തം ബന്ധുമിത്രാദികളും ചാർച്ചക്കാരൊക്കെ നോക്കുന്നത് എന്താണെന്നറിയാമോ? അവൻ രക്ഷപ്പെട്ടോ അതോ അവന്റെ ജീവിതം അതപ്പതിച്ചോ? സ്വത്രം നമ്മൾ തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് അത്യാവശ്യം തരക്കേടില്ലാത്ത നിലയിലാണ് തിരിച്ചു ചെല്ലുന്നതെങ്കിൽ സന്തോഷം ഉണ്ടായിട്ടൊന്നുമല്ല അവര് ചിരിക്കുന്നത്. ഇവൻ പോയിട്ടും ഇവൻ തകർന്നില്ലല്ലോ, ഇവൻ രക്ഷപ്പെട്ടല്ലോ എന്നുള്ള മനോഭാവത്തിൽ നോക്കുകയാണ്. എന്നാൽ അവൻ ഒരു രക്ഷയും ഉണ്ടായില്ല. അവൻ ഇവിടുന്ന് പോയത് അവന്റെ അധപ്പതനമാണെന്ന് കണ്ടാൽ സ്വന്തം നാട്ടുകാർക്ക് സന്തോഷമാകും. അത് നാട്ടുകാർക്ക് മാത്രമല്ല, വീട്ടിലുള്ളവരും സന്തോഷിക്കുന്നവരുണ്ട്. ഒന്നുകൂടി പറഞ്ഞ സഭയിലുള്ളവരും സന്തോഷം. എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും സ്വത്രം അവൻ അങ്ങനെ അങ്ങോട്ട് രക്ഷപ്പെട്ടത് ശരിയായില്ല എന്ന് പറഞ്ഞാൽ അസൂയയുടെ ഇങ്ങനെ പറഞ്ഞ അസൂയിക്കും കുശുമ്പിനും ഒന്നും എന്തില്ല, മരുന്നില്ല. നിങ്ങളൊക്കെ നല്ല ആൾക്കാരാണ്. സ്വത്രം വട്ടമ്പല സഭയിലുള്ള ദൈവമക്കൾക്ക് അങ്ങനെയുള്ള അസൂയ ഇല്ലാത്തവരെല്ലാരും ഒന്ന് സ്വത്രം ചെയ്ത് പകുതി പേർക്കേ ഉള്ളൂ. സ്വത്രം ഹല്ലേലൂയ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സ്വത്രം. ഞാൻ പറഞ്ഞു വന്നത് ഇവനെ അതുവരെ ഒരു മനുഷ്യനും അന്വേഷിച്ചില്ല. സ്വത്രം. എടാ നീ പോയിട്ട് എന്നെ കൊണ്ട് വിശേഷമൊന്നു പോലും അന്വേഷിക്കാത്ത പ്രഭുക്കന്മാർ ഇപ്പോൾ ഇസ്രായേലിൽ ഒരു ചർച്ചയായി. ആരെ കുറിച്ച്? ഇഫ്താഹിനെ കുറിച്ച്. സ്വത്രം. ഇന്ന് പകലിൽ ഞാൻ വിളിച്ചു പറയാം, നിന്റെ കുടുംബത്തിൽ നിന്ന്, നിന്റെ ചാർച്ചക്കാരിൽ നിന്ന്, നിന്റെ സമുദായത്തിൽ നിന്ന് നീ ഒറ്റയ്ക്ക് ഇറങ്ങി തിരിച്ചാളായിരിക്കാം. ഇന്ന് നീ ഒരു ചർച്ചയായിക്കൊണ്ടിരിക്കുകയാ. അന്ന് അവർ പറഞ്ഞത് പെന്തക്കോസിൽ പോയാൽ അവർ പൂട്ടിക്കെട്ടി തിരിച്ചു വരുന്നത് കണ്ടോ എന്ന് പറഞ്ഞ ആളുകൾ ഇപ്പോൾ അന്തം വിട്ടു നിൽക്കുകയാ. എന്താ കാരണമെന്നറിയാമോ? ദൈവം നിന്നെ അനുഗ്രഹിക്കുന്ന അനുഗ്രഹത്തിന്റെ വഴികൾ കണ്ട് ശത്രുക്കൾ പോലും അതിശയിച്ചു നിൽക്കുകയാ. ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയാ, ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം ആരാണ്? സ്തോത്രം പറഞ്ഞാട്ടെ ശക്തിയോടെ. ഹല്ലേലൂയ. നിങ്ങൾ അവരുടെ പക്ഷമല്ല, അവർ നിന്റെ പക്ഷം ചേരും. യഥാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ദൈവവിതലേ അവർ നിന്റെ പക്ഷമാണ് ചേരുന്നത്, നീ അവരുടെ പക്ഷമല്ല ചേരുന്നത്. നോക്കിയേ, ഇപ്പോൾ ഇഫ്താഹാരായി മാറിയിരിക്കുക. ഇസ്രായേലിൽ ഒരു ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാ. എന്താ കാരണം എന്നറിയാമോ? അവൻ ചെന്നിടത്ത് അവൻ ശക്തനായ പോരാളിയാണ്. അവന്റെ കൂടെ ധാരാളം ആളുകളുണ്ട്. അവൻ തകർന്നു പോയില്ല എന്ന് ഇവർക്ക് കാര്യം മനസ്സിലായത് കൊണ്ട് ഇസ്രായേലിലെ പ്രഭുക്കന്മാർ ആരെ അന്വേഷിച്ചു പോയി? ഇഫ്താഹിനെ അന്വേഷിച്ചു പോയി. സ്തോത്രം. ഇന്ന് നീ വീട്ടിൽ കയറണ്ടെന്നും ഇവിടുത്തെ കല്യാണത്തിന് നിന്നെ വിളിക്കത്തില്ലെന്നും വിളിക്കാത്തവരും പണ്ട് മാമോദിസയ്ക്ക് വിളിച്ചുകൊണ്ടിരുന്നവരും പ്രധാനപ്പെട്ട കാര്യങ്ങൾ വീട്ടിലുണ്ടാകുമ്പോൾ അറിയിച്ചു കൊണ്ടിരുന്നവർ ഇന്ന് നീ സ്നാനപ്പെട്ടു എന്ന് പറയുന്ന ഒറ്റ കാരണത്താൽ നിന്നെ പലതും അറിയിക്കാതെ ഇരിക്കുന്ന ആളുകൾ കാലത്തിന്റെ പോക്കിൽ നീയില്ലാതെ അവിടെ ഒരു വിരുന്നുമില്ല. സ്തോത്രം. വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെ ധാരാളം അനുഭവമുള്ള ദൈവമക്കളുടെ അനുഭവങ്ങൾ ധാരാളം എനിക്കറിയാം. സ്തോത്രം. ഞാൻ പറഞ്ഞു വന്നത് എന്ത് ചെയ്തു? പ്രഭുക്കന്മാർ ചെന്നിട്ട് അവനോട് പറയുകയാണ്, നീ വന്ന 6-ാമത്തെ വാക്യം, അവർ ഇഫ്താഹിനോട് അമോന്യരോട് യുദ്ധം ചെയ്യേണ്ടതിന് നീ വന്ന് ഞങ്ങളുടെ നോക്കി ഒന്ന് ചിന്തിക്കുന്നുണ്ടോ ദൈവമക്കളെ? നീ വന്ന് യുദ്ധം ചെയ്യണമെന്നല്ല പറയുന്നത്, നീ വന്ന് ഞങ്ങളുടെ തലവനായിട്ടിരിക്കണം. തമിഴിൽ എന്താ പറയുന്നത്? തലവനായിട്ടില്ലേ? തലൈവറായിട്ട് എന്ത് ചെയ്യണം? ഇരിക്കണം. നീ വന്ന് ഞങ്ങളുടെ മുകളിൽ
ഒരു സേനാപതിയായിട്ട് ഞങ്ങൾക്ക് ന്യായം ചെയ്യുവാൻ, ഇപ്പോൾ ഉണ്ടായ യുദ്ധത്തിൽ യുദ്ധം ചെയ്യുവാൻ നീ വേണം മുന്നിൽ നിൽക്കുവാൻ. സ്വതന്ത്രം. ഒരു മനുഷ്യന്റെ അവസ്ഥകളെ ദൈവം മാറ്റിമറിക്കുന്ന കണ്ടോ? നിങ്ങൾക്കാർക്കെങ്കിലും ഇതിനകത്തിരിക്കുന്നവർക്ക് എന്റെ അവസ്ഥയ്ക്കൊരു മാറ്റം വരണോ, എന്റെ ചരിത്രത്തെ ദൈവമൊന്ന് മാറ്റി എഴുതണമെന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ, ഇന്ന് പകൽക്കാലം ഞാൻ പ്രസംഗിക്കുന്ന ഈ തിരുവചനം സത്യമാണെങ്കിൽ, നിങ്ങളുടെ അവസ്ഥകളെ, നിങ്ങളുടെ ചരിത്രത്തെ മാറ്റി എഴുതാൻ ദൈവശക്തനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് ഏത് അവസ്ഥകളുമാകാം, ഏത് സാഹചര്യവുമാകാം, അതിനെ മാറ്റിമറിക്കുവാൻ ദൈവത്തിന് കഴിയും. എനിക്ക് വളരെ സന്തോഷം തോന്നി. കഴിഞ്ഞ ദിവസം നമ്മുടെ സെബാസ്റ്റ്യന്റെ വീട്ടിൽ ചെന്നപ്പോ ആ പഴയ അവസ്ഥയൊന്നും അല്ല. സ്തോത്രം. മനോഹരമായ ഒരു ഭവനം അവിടെ പൊങ്ങി കാണാൻ കണ്ടതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടായി. എന്താ കാരണം എന്നറിയാമോ? നമ്മുടെ സഭയിൽ വരുന്ന ഒരാൾക്കും കൂടി നല്ലൊരു ഭവനം ദൈവം കൊടുത്തല്ലോ എന്നോർക്കുമ്പോ എനിക്ക് സന്തോഷം. നിങ്ങൾക്ക് സന്തോഷമുണ്ടോ? സന്തോഷം ഉണ്ടെങ്കിൽ ഒന്ന് കൈ ഒരുക്കി സ്തോത്രം പറഞ്ഞു. ഹല്ലേലൂയ, സ്തോത്രം. ഈ പറയുന്ന എനിക്ക് തറവാട് വീടല്ലാതെ സ്വന്തം വീടൊന്നുമില്ല. പക്ഷെ നിങ്ങൾക്ക് ഓരോ വീട് കിട്ടുമ്പോഴും ഞങ്ങൾക്ക് സന്തോഷമാണ്. എന്താ കാരണം എന്നറിയാമോ? പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം നമ്മുടെ ദൈവമക്കളെ അനുഗ്രഹിക്കുമ്പോൾ അത് നമ്മുടെ സന്തോഷം കൂടിയാണ്. സ്തോത്രം. ദൈവം അനുവദിച്ചാൽ 16-ാം തീയതി ഇല്ലേ ശവാസിച്ച? സ്തോത്രം. അച്ഛൻ ആരാധന കഴിഞ്ഞ് നിങ്ങളെല്ലാരും വിളിക്കും. സ്തോത്രം. നമ്മളെല്ലാവരും പോയി ആ സന്തോഷ ദിനത്തിൽ സന്തോഷത്തിൽ പങ്കുകൊള്ളണം. സ്തോത്രം. അപ്പൊ നോക്കിയേ, അവനെ ചെന്ന് വിളിക്കുകയാണ്, നീ വന്ന് ഞങ്ങൾക്ക് ആരായിരിക്കണം? സ്തോത്രം. അടുത്ത പെട്ടെന്ന് വായിച്ചാട്ടെ. ഇത്താഗ് ഗിലെയാദ്യരോട് എന്നെ പകച്ച് പിതൃഭവനത്തിൽ നിന്ന് നീക്കിക്കളഞ്ഞില്ലയോ? ഇപ്പോൾ നിങ്ങൾ കഷ്ടത്തിലായ സമയം എന്റെ അടുക്കൽ എന്തിനു വരുന്നു എന്ന് പറഞ്ഞു. സ്തോത്രം. സാഹചര്യങ്ങളൊക്കെ മാറി മറിയും കേട്ടോ. സാഹചര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? മാറി മറിയും. എങ്ങനെ മാറി മറിയുന്നതറിയാമോ? ജീവനുള്ളൊരു ദൈവം, സ്തോത്രം, ജീവനുള്ളൊരു ദൈവം സ്വർഗത്തിലുണ്ട്. ആ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന തന്റെ മക്കളെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നോക്കി ഇവിടെ പറയുകയാണ്, നിങ്ങൾ എന്നെ ഇറക്കി വിട്ടത് ഞാൻ മറന്നില്ല. പക്ഷെ എനിക്ക് നിങ്ങളോട് പകയൊന്നുമില്ല. സ്തോത്രം. എന്നെ മറ്റൊരു തലത്തിലേക്ക് ദൈവം കൊണ്ടുവരാൻ വേണ്ടി എന്റെ ജീവിതത്തിൽ ഉണ്ടായൊരു സാഹചര്യം. എന്റെ കുറ്റം കൊണ്ടല്ല ഒരു വേശ്യയുടെ മകനായിട്ട് ഞാൻ ജനിച്ചത്. ഞാൻ പറഞ്ഞിട്ടല്ല ഞാൻ ജനിച്ചത്. എന്നെ ജനിപ്പിച്ചൊരു ദൈവമുണ്ട്. സ്തോത്രം. ഒരു പാവപ്പെട്ട വീട്ടിൽ ജനിച്ചത് നമ്മുടെ കുറ്റമല്ല. ഒരു പണക്കാരന്റെ വീട്ടിൽ ജനിച്ചത് നമ്മുടെ കുറ്റമല്ല. ഒരു സമാധാനമില്ലാത്ത വീട്ടിൽ ജനിച്ചത് നമ്മുടെ കുറ്റമല്ല. ഒരു മദ്യപാനിയുടെ മകനായിട്ട് ജനിച്ചത് നമ്മുടെ കുറ്റമല്ല. ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട്. നമ്മൾ ജനിച്ച സാഹചര്യത്തിൽ ജനിച്ചത് നമ്മുടെ കുറ്റമല്ല. ദൈവം നമുക്ക് ഈ ഭൂമിയിൽ ഒരു ജീവിതം തന്നതാ. പക്ഷെ ആ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ ദൈവത്തിൽ ആശ്രയമുള്ള ഒരു ദൈവം ഇതിന് കഴിയുമെന്നാണ് ഈ ഭാഗത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. നോക്കിയേ, അതിന്റെ വായിക്കണം. സ്തോത്രം. അങ്ങനെ അവൻ ആരായി മാറി? അവനെ വിളിച്ചു. അവൻ പറയുകയാണ്, എന്താ പറഞ്ഞ്? 9-ാമത്തെ വാക്യം വായിച്ചു. 9-ാമത്തെ വാക്യം. ഇത്താഗ് ഗിലെയാദിലെ മൂപ്പന്മാരോട് യുദ്ധം ചെയ്യുവാൻ നിങ്ങൾ എന്നെ കൊണ്ടുപോയിട്ട് യഹോവ അവരെ എന്റെ കയ്യിൽ ഏൽപ്പിച്ചാൽ നിങ്ങൾ എന്നെ തലവനാക്കുമോ എന്ന് ചോദിച്ചു. പുള്ളിക്ക് ഒരു സംശയമുണ്ട്. ഒരു ദിവസം എന്നെ ഒന്നുമില്ലാത്തവനാക്കി എന്ത് ചെയ്ത? ഇറക്കി വിട്ടു. ഇനി നിങ്ങൾ സോപ്പിട്ട് കാര്യം സാധിക്കാൻ വേണ്ടി എന്നെ ഇപ്പൊ എന്ത് ചെയ്യാ? ഞാനിപ്പോ ഇവിടെ സന്തോഷമായിട്ട് എന്ത് ചെയ്യാ? ജീവിക്കുക, ഒരു കുഴപ്പമില്ലാതെ പോവുക. പക്ഷെ ഇവിടെ നിന്ന് നിങ്ങള് വാഗ്ദാനമൊക്കെ തന്ന് അവിടെ കൊണ്ടുപോയി ആ യുദ്ധത്തിൽ ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ തലവനാക്കും. സ്തോത്രം. സ്തോത്രം. അവന്റെ സംശയ കാരണം എന്താ? സംശയിക്കുന്നത് തെറ്റുണ്ടോ? ഈ വീട്ടുകാരനെ ഇറക്കി വിട്ടപ്പോ ഈ പ്രഭുക്കന്മാരൊന്നും അന്വേഷിക്കാൻ വന്നില്ല. ഈ പ്രതിസന്ധിയിൽ നമ്മൾ ചിലപ്പോ പറയാറില്ലേ, എന്റെ പ്രതിസന്ധിയിൽ എന്റെ കഷ്ടത്തിൽ എന്നെ ആരും കാണാൻ വന്നില്ല. എന്റെ പ്രതിസന്ധി ഘട്ടത്തിൽ എന്നെ സഹായിക്കാൻ ആരും വന്നില്ല.
ആമേൻ, സ്തോത്രം. പക്ഷെ നിന്നെ ദൈവം കരുത്തുള്ളവനാക്കി മാറ്റുകയായിരുന്നു. സ്തോത്രം. അപ്പൊ അവൻ ചോദിക്കുകയാണ്, അടുത്ത വാക്യം വായിച്ച്, 10-ാമത്തെ വാക്യം. ഗിലെയാദിലെ മൂപ്പന്മാർ ഇഫ്താഹിനോട് പറയുകയാണ്, യഹോവയെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞങ്ങൾ ഈ കാര്യം ചെയ്യുകയാണ്. നീ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ ചെയ്യും. ആമൻ, നിനക്കും ഞങ്ങൾക്കും നടുവിൽ യഹോവയാകുന്ന ദൈവം സാക്ഷി. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ഈ തീരുമാനത്തിനൊരു മാറ്റവും ഉണ്ടാകുകയില്ല. സ്തോത്രം. ദൈവമക്കളെ, ആ 16-ാമത്തെ വാക്യം കൂടി വായിച്ചേ. 16-ാമത്തെ വാക്യം കൂടി. 16. ഇസ്രായേൽ മോവാബ് ദേശമോ അമ്മോന്യരുടെ ദേശമോ അടക്കിയിട്ടില്ല. ഇസ്രായേൽ മിസ്രയീമിൽ നിന്നും പുറപ്പെട്ട് മരുഭൂമിയിൽ കൂടി ചെങ്കടൽ വരെ സഞ്ചരിച്ച് കാദേശിലെത്തി. ഇസ്രായേൽ ഏദോം രാജാവിന്റെ അടുക്കൽ ദൂതന്മാരെ അയച്ചു. ഇനി 29-ാമത്തെ വാക്യം കൂടി 29-ാമത്തെ. അപ്പോൾ യഹോവയുടെ ആത്മാവ്, അപ്പോൾ ഞാൻ അവിടെ നിന്ന് വിവരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഈ ഭാഗത്തേക്ക് വന്ന് നിർത്താൻ പോവുക, സമയം തീരുകയാണ്. 29-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, അപ്പോൾ യഹോവയുടെ ആത്മാവ് ഇഫ്താഹിന്റെ മേൽ വന്നു. ഗിലെയാദിലും മനശ്ശെയിലും കൂടി കടന്ന് ഗിലെയാദിലെ മിസ്പയിലെത്തി. ഗിലെയാദിലെ മിസ്പയിൽ നിന്നും അമ്മോന്യരുടെ നേരെ ചെന്നു. ഇഫ്താഹ് യഹോവയ്ക്കൊരു നേർച്ച നേർന്നു പറഞ്ഞത്, നീ അമ്മോന്യരെ എന്റെ കയ്യിൽ ഏൽപ്പിക്കുമെങ്കിൽ ഞാൻ അമ്മോന്യരെ ജയിച്ച് സമാധാനത്തോടുകൂടെ മടങ്ങി വരുമ്പോൾ എന്റെ വീട്ടുവാതിക്കൽ നിന്നും എന്നെ എതിരേക്ക് വരുന്നത് യഹോവയ്ക്കുള്ളതാകും. അത് ഞാൻ ഹോമയാഗമായി എന്നു പറഞ്ഞാൽ പ്രഭുക്കന്മാരുടെ അപേക്ഷ കേട്ട് യഹോവയെ സാക്ഷി നിർത്തിക്കൊണ്ട് ഇഫ്താഹിന്റെ തോവിൽ നിന്ന് ഇവരുടെ പുറകെ പോയിട്ട് യുദ്ധത്തിൽ ആമൻ മുൻനിരയിൽ നിന്ന് ആ യുദ്ധത്തിൽ എന്ത് ചെയ്തു? അവൻ ജയിക്കുകയാണ്. എന്നിട്ട് ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്, ഇഫ്താഹിന്റെ മേൽ യഹോവയുടെ ആത്മാവ് വന്നു. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, വീട്ടിൽ നിന്ന് സ്വന്തം സഹോദരന്മാർ ഇറക്കി വിട്ടതോ, അവന്റെ അവകാശം നിഷേധിക്കപ്പെട്ടതോ, നാട് വിട്ടതോ ഒന്നും ദൈവത്തിലുള്ള ആശ്രയത്തിനൊരു കുറവും പറ്റിയില്ല. മനസ്സിലാക്കിക്കോണം. ആമേൻ, സ്തോത്രം. നമ്മളെ നിസ്സാരമായ ചെറിയ ചെറിയ കാര്യത്തിന് വേണ്ടി പിണങ്ങിയിരിക്കുന്നു എങ്കിൽ, വാശി പിടിക്കുന്നു എങ്കിൽ, പരാതി പറയുന്നു എങ്കിൽ, ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, ദേശം വിട്ട് വീട് വിട്ട് ഓടിപ്പോകേണ്ട ഒരവസ്ഥ ഇഫ്താഹിന്റെ ജീവിതത്തിൽ വന്നെങ്കിലും അവൻ ആരെ വിട്ടില്ല? യഹോവയാകുന്ന ദൈവത്തെ വിട്ടില്ല. ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അവന് നല്ലൊരു കുടുംബജീവിതം ദൈവം കൊടുത്തു. അതുകൊണ്ടല്ലേ ഇവിടെ വായിക്കുന്ന നോക്കി 30-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ഇഫ്താഹ് യഹോവയ്ക്ക് നേർച്ച നേർന്നു പറഞ്ഞത്, നീ അമ്മോന്യരെ എന്റെ കയ്യിൽ ഏൽപ്പിക്കുമെങ്കിൽ ഞാൻ അമ്മോന്യരെ ജയിച്ച് സമാധാനത്തോടെ മടങ്ങി വരുമ്പോൾ എന്റെ വീട്ടുവാതിൽക്കൽ നിന്ന്, എന്ന് പറഞ്ഞാൽ അവൻ അവിടെ ദൈവം എന്ത് ചെയ്തു? ഒരു വീട് കൊടുത്തു. സ്തോത്രം. എവിടെ? തോവിൽ അവൻ എന്ത് കൊടുത്തു? വീട് കൊടുത്തു. അപ്പൊ വീട്ടുവാതിൽക്കൽ വെച്ച് എന്നെ എതിരേറ്റ് വരുന്നത് എന്താ? യഹോവയ്ക്കുള്ളത്. അത് ഞാൻ എന്ത് ചെയ്യും? അപ്പൊ ഞാൻ ഈ യുദ്ധത്തിൽ നിന്ന് യുദ്ധം ചെയ്ത് ജയിച്ച് മടങ്ങി ഞാൻ എന്റെ വീട്ടിലേക്ക് വരുമ്പോ വീട്ടിൽ നിന്ന് എന്നെ എതിരേൽക്കുന്നത്, ആദ്യം എതിരേൽക്കുന്നത് എന്തായാലും ഞാൻ അതിനെ ആർക്ക് കൊടുക്കും? അപ്പൊ വീട്ടിൽ ആരൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ ഭാര്യയുണ്ട്, ആമൻ, ഒരു മകളും അവനുണ്ട്. മകനും മകളുമായിട്ട് ഒരു തലമുറയുണ്ട്. ഇനി വായിച്ചാട്ടെ. ഇങ്ങനെ ഇഫ്താഹ് അമ്മോന്യരോട് യുദ്ധം ചെയ്യുവാൻ അവരുടെ നേരെ ചെന്നു. 32. യഹോവ അവരെ അവന്റെ കയ്യിൽ ഏൽപ്പിച്ചു. നോക്കിയേ, സ്തോത്രം. ദൈവത്തിൽ ആശ്രയമുള്ളവന്റെ കയ്യിൽ ആരെ ഏൽപ്പിച്ചു? ശത്രുവിനെ ദൈവം ഏൽപ്പിച്ചു. ശത്രുവിനെ ദൈവം ഏൽപ്പിച്ചു. യഹൂദായിക്ക് ദൈവം യാക്കോബ് വാഗ്ദത്തം കൊടുക്കുമ്പോ പറഞ്ഞൊരു കാര്യമുണ്ട്, ശത്രുവിന്റെ കഴുത്തിൽ നിന്റെ കൈയിരിക്കും. സ്തോത്രം. താറാവിനെയൊക്കെ നമ്മൾ എവിടെ പിടിക്കുന്നത്? കഴുത്തിലാ പിടിക്കുന്നത്, അല്ലെ? കഴുത്തെ പിടിച്ചു കൊണ്ടുപോയിട്ടുള്ളവരുണ്ടോ? ചാകുവോ?
ചാകത്തില്ല. പക്ഷെ അതിന് അനങ്ങണമെങ്കിൽ നമ്മുടെ കൈ എന്ത് ചെയ്യണം? വിടണം. അപ്പൊ യാക്കോബ് യഹൂദയ്ക്ക് വാഗ്ദത്തം കൊടുക്കുമ്പോ പറയാണ്, ശത്രുവിന്റെ കഴുത്തിൽ നിന്റെ കൈ ഇരിക്കുമെന്ന്. പിന്നെ നീ തീരുമാനിക്കണം നിന്റെ കയ്യിലിരിക്കുന്ന ആൾ എന്ത് ചെയ്യണമെന്നുള്ളത്. ശരിയാണോ? ശരിയാണോ? അപ്പൊ അധികാരം ആർക്കാ? അധികാരം ആർക്കാ? എനിക്കാന്ന് പറ. ഞാൻ പറയൂ എനിക്കാന്ന്, നിങ്ങൾ പറയണം നിങ്ങൾക്കാണ്. സ്വതന്ത്രം. ഇപ്പോഴും പിശാചെന്ന് പറയുമ്പോ എന്ത് ചെയ്തോണ്ടിരിക്കുക? പേടിച്ചോണ്ടിരിക്കുക. ഇപ്പോഴും വാഴയിലെ അനങ്ങിയ പിശാച്, കരിയിലെ ഇളകിയ പിശാച്, കാറ്റടിച്ച് ഓല വീണാൽ പിശാച്. സ്വതന്ത്രം. ഈ പേടി നിന്റെ അകത്തൂന്ന് പോണം. നീ ആരുടെ മകനാ? ആരുടെ മകനാ? ഒന്ന് ഉറക്കെ പറ. ദൈവത്തിന്റെ മകനാ. സ്വതന്ത്രം. പിശാച് ദൈവസൻ 11:00 നിർത്താൻ പറ്റത്തില്ല. സ്വതന്ത്രം. ദൈവത്തിന്റെ സന്നദ്ധിയിൽ ചെന്നപ്പോ പറയാണ്, നീ എന്റെ ആളെ കണ്ടോ? ആര് ചോദിക്കുക? ദൈവം ചോദിക്കും. ആ പറയാ, നീ അവന് ചുറ്റും എന്ത് ചെയ്തിരിക്കുക? സ്വതന്ത്രം. യോബിന് ചുറ്റും എന്ത് ചെയ്തിരിക്കുക? വേല് കെട്ടിയിരിക്കുക. പിന്നെ എങ്ങനെ അവനെ കാണാൻ പറ്റുന്നു? ഇന്ന് വൈകാലം ഒരു കാര്യം പറയാം, ബുള്ളറ്റ് പ്രൂഫിന്റെ മതില് നിനക്കില്ലെങ്കിലും, സ്വതന്ത്രം, ഇവിടുത്തെ വലിയ മതിലും ഗേറ്റും ഒന്നും നിന്റെ വീടിനില്ലെങ്കിലും ഒരു കാര്യം ഞാൻ പറയാം, തീ മതിലായി ദൈവം നിന്നോടുകൂടെ ഇരിക്കും. സ്വതന്ത്രം. ആമേൻ. ഡ്രൈവിങ്ങിന്റെ വലിയ മേൽമ കൊണ്ടൊന്നുമല്ല, അല്ലേ? തട്ടിമുട്ടി അങ്ങ് പോകുക. സ്വതന്ത്രം. തമ്പുരാൻ നിന്നെ സൂക്ഷിക്കുന്നുണ്ട്. തമ്പുരാൻ നമ്മളെ സൂക്ഷിക്കുന്നുണ്ട്. ആമെ മുന്നിൽ വരുന്ന വണ്ടിയുടെ ബ്രേക്ക്, ആമെ ക്ലച്ചും ബ്രേക്കും പോയാൽ നിന്റെ വാഹനത്തെ വന്നിടിക്കും. പക്ഷെ അവന്റെ ബ്രേക്ക് പോകാതെ കാത്താരാ? സ്തോത്രം. അതുകൊണ്ട് ഇറങ്ങുന്നതിന് മുമ്പ് പറ്റിയാൽ, കർത്താവെ ഞാൻ പോകുക, രക്തം കൊണ്ട് എന്റെ വാഹനത്തെയും ഞങ്ങളെയൊക്കെ സൂക്ഷിക്കണമെന്നൊന്ന് പറഞ്ഞിട്ട് ഇറങ്ങുകയാണെങ്കിൽ തമ്പുരാൻ നിന്നെ എന്ത് ചെയ്യും? അതുകൊണ്ട് ഇവിടം വരെ സ്തോത്രം. നമ്മളൊക്കെ അങ്ങ് രക്ഷപ്പെട്ട് എന്ത് ചെയ്യുക? അങ്ങ് പോകുക. സ്തോത്രം. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം ആമൻ ഇവിടെ പറയുകയാണ്. ആമൻ. സ്തോത്രം. എന്താ സംഭവിച്ചത്? ഇങ്ങനെ ഇഫ്താഹ് അമ്മോന്യരോട് യുദ്ധം ചെയ്യുവാൻ അവരുടെ നേരെ നിന്നു. യഹോവ അവന്റെ കയ്യിൽ അവരെ എന്ത് ചെയ്തു? ഏൽപ്പിച്ചു. സ്തോത്രം. അടുത്ത് പറയുകയാണ് അവൻ. അതിന് 34 വായിച്ചു. 34. തന്റെ വീട്ടിലേക്ക്. അപ്പൊ സ്വന്തം വീട്. അടുത്തത് ആരാധിക്കുന്ന ഒരു മകൾ. സ്തോത്രം. ഇത് എവിടുന്നാ കിട്ടിയ? വീട് നഷ്ടപ്പെട്ടിട്ടും, സഹോദരങ്ങൾ പുറത്താക്കിയിട്ടും, അവകാശങ്ങൾ നിഷേധിച്ചിട്ടും, ദേശം വിട്ട് പോകേണ്ട അവസ്ഥ തനിക്ക് ഉണ്ടായിട്ടും ആമെ തന്റെ ആത്മീക അനുഭവത്തിന് ഒരു കോട്ടവും സംഭവിച്ചില്ല. ഒരു ദൈവത്തിൽ മനസ്സിലാക്കേണ്ടത്, എല്ലാ സാഹചര്യങ്ങളും ഒത്തുവന്ന പള്ളി പോകാന്നല്ല. സ്തോത്രം. ഇന്ന് നമുക്കൊക്കെ എന്തെങ്കിലും കാരണങ്ങൾ വേണം. നമ്മൾ വെള്ളിയാഴ്ചയെ പറയും പനി വരുന്നുണ്ടെന്ന്. പനി കോട്ടോപ്പാടത്ത് എത്തിയിട്ടേ ഉള്ളൂ. അപ്പത്തേന് നമ്മളിവിടെ ലീവ് എടുക്കാൻ തയ്യാറായിരിക്കും. സ്തോത്രം. എന്താ സ്തോത്രം പറയാൻ? ഹല്ലേലൂയ. അടുത്ത ഞായറാഴ്ച നമ്മൾ ആരൊക്കെ ഇവിടെ ഉണ്ടാവും നമുക്കറിയൂ. സ്തോത്രം. ആമേൻ. തമ്പുരാൻ അനുവദിച്ചാൽ നമ്മൾ ഇന്ന് ആശീർവാദം കഴിഞ്ഞ് വീട്ടിൽ ചെല്ലും. സ്തോത്രം. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എല്ലാ സാഹചര്യങ്ങളും ദൈവം അനുകൂലമാക്കിയിട്ടും ആരാധന മുടക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, ദൈവം നമുക്ക് തരുന്ന സമയം ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുക്കണം. സ്തോത്രം. അവൻ നോക്കിയേ, അവൻ തിരിച്ചു വന്നു. അവന്റെ പുത്രി എന്താ ചെയ്ത്? മകൾ തപ്പോടും നൃത്തത്തോടും കൂടെ അവനെ എതിരേറ്റു വന്നു. ഈ ഇഫ്താഹ് എടുത്ത തീരുമാനം എന്താ? എന്നെ ആരെതിരേറ്റാലും അവരെ ഞാൻ ദൈവത്തിന് യാഗമായിട്ട് കൊടുക്കും. നടക്കൂ? നടക്കൂ. സ്തോത്രം. എത്രയോ നേർച്ചകളും തീരുമാനം. പള്ളിക്കാരാണെങ്കിൽ നേർച്ച എന്ന് പറയും, നമ്മളതിനെ മാറ്റിയിട്ട് എന്ത് ചെയ്തു? തീരുമാനം എന്ന് പറയും. രണ്ടും എന്താ? പള്ളിയിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നേർച്ച എന്ന് പറയും. പെന്തക്കോസിലാണെങ്കിൽ നമ്മൾ എന്ത് പറയും? തീരുമാനം എടുക്കും. സ്തോത്രം. പക്ഷെ എത്ര തീരുമാനം നമ്മൾ നിവർത്തിച്ചു?
പണ്ടൊരമ്മ 10 കോഴി അടവെച്ചു. 10 കോഴിയും വിരിഞ്ഞ് ഇതിനെ പരുന്തും കാക്കയും കോഴിയൊന്നും കൊണ്ടുപോകാതെ ആമൻ ഇതിനെ എനിക്ക് കിട്ടുകയാണെങ്കിൽ ഇത് 10-1 ആർക്കാം. 10-1 ആർക്കാം. ഒന്ന് ഉറക്കെ പറഞ്ഞു. കൊടുക്കുന്നവർക്കല്ലേ അത് പറയാൻ പറ്റുള്ളൂ. സ്തോത്രം. ഒരു വിടുതൽ എനിക്ക് ആകുകയാണെങ്കിൽ ആയിക്കോട്ടെ. അപ്പോഴാണ് കാലൊടിഞ്ഞൊരു കോഴി. അപ്പൊ തീരുമാനിച്ചെന്ന് അതിനെ പിന്നെന്തില്ല. ഇങ്ങനെ ഊനമുള്ളതിനെ കൊടുത്താൽ ദൈവം ഊനമുള്ളതിനെ തരുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചർച്ചിൽ ഒരു പാസ് എടുത്ത് ചെന്നപ്പം, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ആ പാസ് എന്നെ കൊണ്ടുവന്നൊരു നോട്ട് കാണിച്ചു. അപ്പൊ അതേ നിറച്ചു ഓട്ടം. ആ പുള്ളി എടുത്തു വെച്ചേക്ക. വേറൊരെണ്ണം കാണിച്ചു, അതിന്റെ പകുതിയില്ല. ഞാൻ ചോദിച്ചത് എവിടുന്ന് കിട്ടി? ഇത് പാസ് സ്വോത്രാഴ്ച പാത്രത്തിൽ നിന്ന് കിട്ടിയത്. ദൈവമക്കളെ, ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഇങ്ങനുള്ളത് എന്ത് ചെയ്യുന്നു? സ്വോത്രം. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ കാരണം, തീരുമാനങ്ങൾ എടുത്താൽ ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കണം. ഒരു നേർച്ച നേർന്നു. എന്താ നേർച്ച? ആദ്യം എന്നെ എതിരേറ്റ് വരുന്നത് ആരാണെങ്കിലും അതിനെ ഞാൻ ആർക്ക് കൊടുക്കും? ദൈവത്തിന് കൊടുക്കും. ഒട്ടും പ്രതീക്ഷിക്കാതെ ആണും പെണ്ണുമായിട്ട് ഒറ്റ മകളെയുള്ളൂ. അവൾ കയറി വരും. എന്ത് ചെയ്യും? ഞാനാണെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? സ്വന്തം കൊടുക്കുമെന്ന് നമ്മൾ പറയും. ഇല്ല, കിട്ടട്ടെ. പണ്ട് ഞങ്ങളുടെ ഇവിടെ ഒരു അച്ഛനുണ്ടായിരുന്നു. നിങ്ങൾ വിളിച്ചു ചോദിക്കുന്നില്ലെങ്കിൽ ഞാൻ പേരും കൂടി പറയാം. സ്വതന്ത്രം. അപ്പൊ ഹോളിന്റെ പണി നടക്കുക. അച്ഛൻ ഒരു വഴി വെട്ടി തന്നു. അപ്പൊ അതിനിവിടെ കേറാം. സ്വതന്ത്രം. അപ്പൊ ഹോളിന്റെ പണി നടക്കുക. വിശ്വാസത്താൽ ഓരോ ദൈവമക്കളും കിട്ടുന്നതനുസരിച്ച് എന്ത് ചെയ്യും? കൊടുക്കുന്നു. കല്ലറക്കുന്ന പണിയാണ്. അപ്പൊ ഇതിങ്ങനെ ഒരു സ്തംഭനാവസ്ഥയിൽ നിൽക്കുമ്പോ അവൻ ഓരോരുത്തരോട് പറഞ്ഞു. അപ്പൊ ഒരു അച്ഛൻ എഴുന്നേറ്റ് സാക്ഷ്യത്തിൽ പറയാണ്, എനിക്ക് ഒരു 50,000 രൂപ കിട്ടുകയാണെങ്കിൽ ഞാൻ 25,000 ഹോളിന് കൊടുക്കാം. അങ്ങനെ കൊടുക്കാൻ നിങ്ങളൊക്കെ റെഡിയല്ലേ? മനസ്സിലായില്ല? ഒരു 50,000 എവിടെന്നെങ്കിലും കിട്ടിയാൽ 25 കൊടുക്കാൻ റെഡി. ഉള്ളതിൽ നിന്ന് എന്ത് കൊടുക്കാൻ പറ്റും? മാസയോഗം വരിക, സംയുക്താരാധന വരിക. ഇന്ന് നമ്മളൊരു കോൺട്രിബ്യൂഷൻ എടുക്കുന്നുണ്ട്. സ്വതന്ത്രം. നമ്മൾ ഇത്രയും പേരുണ്ട്. ഒരാളെ നിശ്ചയിച്ചാൽ നടക്കാവുന്ന കാര്യമുണ്ട്. പക്ഷെ നമ്മൾ എല്ലാരും കൂടി അതെന്ത് ചെയ്യുന്നു? നടക്കുന്നു. സംയുക്താരാധന 26-ാം തീയതി. നമ്മുടെ സഭയുടെ മാസയോഗം അടുത്ത മാസം 9-ാം തീയതി. അപ്പൊ ദൈവമക്കളെ, ഉണ്ടായിട്ടല്ല, ഉള്ളതിൽ നിന്ന് ദൈവത്തിന് എന്ത് ചെയ്തു? ആ വിധവ എന്ത് ചെയ്തു? 2 കാശ്. അതാര് കണ്ടു? തമ്പുരാൻ കണ്ടു. അവളുടെ ജീവിതത്തിന്റെ മുഴുവനും അവൾ എന്ത് ചെയ്തു? നിങ്ങളോട് മുഴുവനും ഇടാൻ പറയുന്നില്ല. സ്വതന്ത്രം. ഒരു ഭാഗം ഈ കാര്യത്തിന് വേണ്ടി. ഇനിയിപ്പോ പിരിവിന്റെ കാര്യം പറയേണ്ട കാര്യമുണ്ടോ? ഇനി പേര് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അച്ഛൻ വന്ന് എഴുതിയാ മതി. സ്വതന്ത്രം. അപ്പൊ എല്ലാരും തന്നോളൂ. അപ്പൊ നോക്കിയേ, ഇവൻ പറയുകയാണ്, ഒരു നേർച്ച ഞാൻ നേർന്നു. അപ്പോൾ തപ്പിനോടും നൃത്തത്തോടും കൂടെ പുത്രിയായിരുന്നു അവളെ എതിരേറ്റത്. അവളല്ലാതെ അവന് മകനുമില്ല, മകളുമില്ല. ഇനി 35-ാമത്തെ വാക്യം കൂടി വായിച്ചു. അവളെ കണ്ടയുടനെ അവൻ തന്റെ വസ്ത്രം കീറി, അയ്യോ എന്റെ മകളെ, നീ എന്റെ തല കുനിയിച്ചു, നീ എന്നെ വ്യസനിപ്പിക്കുന്നവരുടെ കൂട്ടത്തിലാക്കിയല്ലോ. യഹോവയോട് ഞാൻ പറഞ്ഞുപോയി. നോക്കിയേ, അവന്റെ തീരുമാനമാണ്. ദൈവസന്നദ്ധിയിൽ ഒരു തീരുമാനം ഞാൻ എടുത്തു. എന്താ തീരുമാനം? ആ അമ്മോന്യരെ ജയിച്ച് സമാധാനത്തോടെ ഞാൻ വീട്ടിലേക്ക് വരുമ്പോൾ എന്നെ എതിരേൽക്കുന്നത് ആദ്യം ആരാണെങ്കിലും ഞാൻ ആർക്ക് കൊടുക്കും? ദൈവത്തിന്, യഹോവയ്ക്ക് കൊടുക്കും. ഞാനൊരു തീരുമാനം എടുക്കും. അപ്പൊ ആ ദുഃഖമാണെന്താ? വസ്ത്രം വലിച്ചു കീറി. കുഞ്ഞിനെ എന്ത് ചെയ്യണം? ദൈവത്തിന് വേണ്ടി അർപ്പിക്കണം. ഇനി തന്നെയല്ല, ഈ മകള് സമ്മതിക്കുവോ ഇല്ലയോ എന്നറിയണ്ടേ? നോക്കി വായിച്ചു നോക്കിയേ. എനിക്ക് തീരുമാനത്തിൽ നിന്ന് പിന്മാറിക്കൂടാ. അവൾ അവനോട്, പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നിനക്ക് വേണ്ടി നിന്റെ ശത്രുക്കളായ അമ്മോന്യരോട് പ്രതികാരം നടത്തിയിരിക്കയാൽ നിന്റെ വായിൽ നിന്നും പുറപ്പെട്ടതുപോലെ എന്നോട് ചെയ്യുക എന്ന് പറഞ്ഞു. നോക്കി, അപ്പന്റെ പോലെ
തീരുമാനമുള്ള ഒരു മകൾ. നമ്മൾ ചിലപ്പോൾ പറയത്തില്ല, പുള്ളി ആള് കുഴപ്പമില്ല, നല്ല ആത്മീയാണ്. പുള്ളിക്കാരി, ചിലര് പറയും പുള്ളിക്കാരി ആള് നല്ല പുള്ളിയും പുള്ളിക്കാരനും നല്ല ആക്റ്റീവ്, പക്ഷെ പിള്ളേര് സ്വതന്ത്രം. നമ്മളൊക്കെ പറയുന്ന കാര്യം ഞാനങ്ങ് നിങ്ങളുടെ മുന്നിൽ നിന്ന് പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. സ്വതന്ത്രം നോക്കിയേ. പക്ഷെ ഇവിടെ എന്നെ ചിന്തിപ്പിച്ച ഇതാണ്, അപ്പന്റെ തീരുമാനത്തോട് യോജിച്ചിരിക്കുന്ന ഒരു മകൾ. ജീവൻ അപകടത്തിലാണെന്ന് അറിഞ്ഞിട്ടും ഇനി ഈ ഭൂമിയിൽ ജീവിക്കാൻ ഒരു കുടുംബജീവിതം ഒന്നും ഈ കുഞ്ഞ് എന്ത് ചെയ്തിട്ടില്ല, വിവാഹം കഴിച്ചിട്ടില്ല. അവള് പറഞ്ഞു, ദൈവത്തോട് അങ്ങൊരു തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ അതെന്റെയും കൂടി തീരുമാനം. ചില അപ്പനും അമ്മമാരും ഒക്കെ എടുക്കുന്ന തീരുമാനത്തിൽ നിന്ന് മാറ്റുന്ന ആരാന്നറിയാമോ? മിടുക്കരായ മക്കളാണ്. അടുത്ത് ഇങ്ങോട്ട് ചിരിക്കുന്നു. സ്വതന്ത്രം അല്ലേ? ചില മക്കൾ എടുക്കുന്ന തീരുമാനത്തിൽ നിന്ന് അപ്പം പറയടാ അത്രയൊന്നും ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ല അല്ലേ? ചിലപ്പോ വീട്ടിലോട്ട് ചെല്ലുമ്പോ അച്ഛൻ ചിന്തിക്കുന്ന ഒരു 2000 രൂപ കൊടുക്കാന്ന്. അപ്പൊ അമ്മാമ്മ വിളിച്ചു, 1000 എന്തിനാണ് കൊടുത്താൽ മതി. നമ്മുടെ മനസ്സിൽ ആദ്യം തോന്നുന്നതാണ് ദൈവത്തിന് കൊടുക്കേണ്ടത്. ഇപ്പൊ മാസികത്തിന്റെ കാര്യം പറഞ്ഞ എനിക്കറിയാം, 2-3 ആഴ്ചയായിട്ട് നിങ്ങൾ തീരുമാനിച്ചിട്ടാ വന്നേക്കുന്നത്. ഇത്ര ഇന്നിപ്പോ വരാത്ത ചിലരുണ്ട്, അവരെ ഞാൻ വിളിച്ചിട്ട് അവരോട് ഞാൻ എന്ത് ചെയ്തു, പറയിപ്പിച്ച് ബുക്കിൽ സ്വതന്ത്രം വരാത്ത ആളുകൾ. അപ്പൊ ഇനി വന്നവര് പറഞ്ഞാൽ, അപ്പൊ നമ്മളിത് കേട്ടപ്പോ തന്നെ തീരുമാനിച്ചു 500 രൂപ കൊടുക്കണം. ബിരിയാണി വെച്ചാലും വേണ്ടിയില്ല, മന്തി വെച്ചാലും വേണ്ടിയില്ല, കുഴിമന്തി ആണെങ്കിലും വേണ്ടിയില്ല, ഞാന് നടക്കത്തില്ല. സ്വതന്ത്രം നമുക്കൊരു പടിയുണ്ട്. എന്താ? പക്ഷേ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി, സാഹചര്യങ്ങൾ മനസ്സിലാക്കി നമ്മളത് ചെയ്യുമ്പോഴാണ് ദൈവസന്നിധിയിൽ നമ്മൾ ആരായി മാറുന്നത്? വിശ്വസ്തരായി മാറും. സ്വതന്ത്രം. അപ്പൊ ഞാനിവിടെ നിർത്തുക. നിങ്ങളുടെ മുഖം കാണുമ്പോ എനിക്ക് നിർത്താൻ തോന്നുന്നു. ഇതും കൂടി വായിച്ചിട്ട് നിർത്തുക. നോക്കിയേ, ആമൻ അവളെ കണ്ടയുടൻ അവൻ വസ്ത്രം കീറി, അയ്യോ എന്റെ തല നീ കുനിയിപ്പിച്ചു, വ്യസനിപ്പിക്കുന്നവരെ കൂട്ടത്തിലാക്കിയല്ലേ, യഹോവയോട് ഞാൻ പറഞ്ഞുപോയി, എനിക്ക് പിന്മാറിക്കൂടാ. അവൾ അവനോട്, അപ്പ നീ യഹോവയോട് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആമൻ എന്ത് ചെയ്തോ? അമ്മോന്യരോട് പ്രതികാരം നടത്തിയിരിക്കാൻ നിന്റെ വായിൽ നിന്ന് പുറപ്പെട്ടതുപോലെ എന്നോട് ചെയ്തു കൊള്ളുക. ഒരു കാര്യം, എനിക്കൊരു 3 മാസത്തെ എന്ത് ചെയ്യണം? സമയം തരണം. സ്തോത്രം. അതാഴോട്ട് വായിക്കുമ്പോൾ നമുക്ക്. പക്ഷെ ഈ തീരുമാനത്തിൽ ആമൻ മകളും തയ്യാറായി, അപ്പനും തയ്യാറായി. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഒരു ഭവനത്തിന്റെ വിജയം എന്ന് പറയുന്നത് അപ്പൻ മാത്രം ചിന്തിച്ചാ വിജയിക്കത്തില്ല, അമ്മ മാത്രം ചിന്തിച്ചാ വിജയിക്കത്തില്ല. അപ്പനും അമ്മയും ദൈവം നമുക്ക് തന്നിരിക്കുന്ന തലമുറകളും ഒറ്റക്കെട്ടായി നിൽക്കണം. അത് സഭയിൽ നിൽക്കണം, അത് കുടുംബത്തിൽ നിൽക്കണം, അത് ദൈവസന്നിധിയിൽ നമ്മൾ നിൽക്കുമ്പോഴാണ് ആ കുടുംബം അനുഗ്രഹമായി മാറുന്നത്. ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. ആമൻ. ഇന്ന് പകൽക്കാലം പ്രിയമുള്ള ദൈവമക്കളെ, ഇവിടെ സംസാരിച്ച ദൈവവചനത്തിന്റെ സന്ദേശങ്ങൾ ഏതെങ്കിലും ഒരു വാക്ക്, ആമൻ, ഒരു വാചകം, ഒരു ദൂത് ചാട്ടുളി പോലെ നിങ്ങളുടെ നെഞ്ചത്ത് തറച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം എന്നോട് വിദ്വേഷം കാണിക്കുകയല്ല, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ ഹൃദയത്തെ തട്ടി ഉണർത്തിയിരിക്കുകയാണ്. ചിലർ ആ വചനത്തിന്റെ മുൻപിൽ തീരുമാനമെടുത്തിട്ടുള്ളവരുണ്ടാകാം, അല്ലെങ്കിൽ അതിനോട് എതിർത്ത് നിൽക്കുന്നവരുണ്ടാകാം. പക്ഷെ ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയാം, ദൈവസന്നിധിയിൽ നിന്ന് ദൈവത്താൽ ഒരു അനുഗ്രഹം ലഭിക്കണമെങ്കിൽ ഇന്ന് പകൽക്കാല വചനത്തിന്റെ മുൻപിൽ നാം കീഴ്പ്പെടേണ്ടിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഇബ്താഹൊന്നുമല്ലാത്തവനായി ഭവനത്തിൽ നിന്ന്, നാട്ടിൽ നിന്ന്, ദേശത്ത് നിന്ന്, കുടുംബത്തിൽ നിന്ന്, വീട്ടിൽ നിന്ന് അവകാശം പ്രാപിക്കാതിരിക്കുവാൻ വേണ്ടി അവനെ നിഷേധിച്ച് അവനെ പുറത്താക്കി കളഞ്ഞു. പക്ഷേ ആര് നിന്നെ പുറത്താക്കിയാലും, ആര് നിന്നെ സഹായിച്ചിട്ടില്ല എങ്കിലും ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയാം, നിന്നെ അന്വേഷിച്ചു വരുന്നൊരു സമയമുണ്ട്. ഹല്ലേലൂയ.
ഹല്ലേലൂയ. സാഹചര്യങ്ങൾ ദൈവം അനുഗ്രഹമാക്കി കഴിയുമ്പോൾ നിന്നെ നിഷേധിച്ചവർ ഒരുപക്ഷെ നിന്റെ മുൻപിൽ വരുമ്പോൾ അത് വാശി തീർക്കാനുള്ള സമയമല്ല, അത് മത്സരിക്കാനുള്ള സമയമല്ല, ദൈവത്തോട് നന്ദി കാണിക്കാനുള്ള സമയമാണ്. നീ അവന് വേണ്ടി നന്മ ചെയ്യണം. നോക്കൂ, അവന്റെ ചരിത്രത്തെ ദൈവം മാറ്റി എഴുതി. യഹോവയുടെ ആത്മാവ് തന്റെ മേൽ വന്നു കഴിഞ്ഞപ്പോൾ അമോന്യരോട് യുദ്ധം ചെയ്ത് അതിനെ തോൽപ്പിക്കുവാനുള്ള ശക്തി തനിക്ക് ലഭിക്കുവാനിടയായി. ഇന്ന് പകൽക്കാലം ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ ഇരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങൾ